Hey, how's it going? ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഡിഷ് കുഞ്ഞമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ്, ഞാൻ സന്ധ്യ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു ഡിഷുമായിട്ടാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 3/4 കിലോ, കുരുമുളക് 1 ടീസ്പൂണ്, നല്ല ജീരകം 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകം 1/2 ടീസ്പൂണ്, ഗ്രാമ്പു 3 എണ്ണം, തക്കോലം 3 എണ്ണം, പട്ട 2 ചെറിയ കഷ്ണം, ഏലയ്ക്ക 3 എണ്ണം, പിരിയമുളക് 4 എണ്ണം, നീളമുളക് 4 എണ്ണം, മല്ലി 2 ടീസ്പൂണ്, ചെറുതായി അരിഞ്ഞ സവാള 2 എണ്ണം, വെളുത്തുള്ളി 7 അല്ലി, ഇഞ്ചി 1 ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, തൈര് 3 ടേബിൾ സ്പൂൺ, നെയ്യ് 150 ഗ്രാം, നാരങ്ങാ നീര് 3 ടീസ്പൂണ്, വിനാഗിരി 2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, മല്ലിയില ആവശ്യത്തിന്, ശർക്കര 1 കഷ്ണം. ആദ്യം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് 4 നീളൻ മുളക്, 4 പിരിയൻ മുളക്, 2 ടീസ്പൂൺ മല്ലി, 3 ഏലയ്ക്ക, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 തക്കോലം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവയെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കരിഞ്ഞു പോകാൻ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 3 ടീസ്പൂൺ നാരങ്ങാ നീര്, 2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പുകൊണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലയിലും ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ ചിക്കനിലോട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാൻ ആവശ്യമായ ഒരു കടായി നമുക്ക് ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. കടായി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഈ നെയ്ക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം.
ബാക്കി വരുന്ന അരപ്പൂടി നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ശർക്കര ചേർക്കുന്നതോടുകൂടി ഇതിനൊരു പ്രത്യേക സ്വാദ് വരുന്നതാണ്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് കിട്ടുന്നത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ കടായി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നല്ല റിച്ചും അതിസ്വാദിഷ്ടവുമായ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ കൊതി തോന്നും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ ഗീ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്നിട്ട് ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ഓണാക്കിയിടുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.